ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഈശ്വരനോട് ഭക്തി വേണമെന്ന് പറയുമ്പോൾ വെറും പ്രാർത്ഥന മാത്രമല്ല അർത്ഥമാക്കുന്നത്. ഒരിടത്ത് മാറിയിരുന്ന് ഈശ്വരനെ വിളിച്ച് കരയുന്നത് മാത്രമല്ല അവിടത്തോടുള്ള ഭക്തി. ഈശ്വരൻ്റെ സാന്നിധ്യം സർവ്വ ജീവജാലങ്ങളിലും ദർശിക്കുവാൻ സാധിക്കണം. മറ്റുള്ളവരോട് കാണിക്കുന്ന കാരുണ്യം, പുഞ്ചിരി, ഇതൊക്കെയും ഈശ്വരനോടുള്ള പ്രേമത്തെ അഥവാ ഭക്തിയെയാണ് കാണിക്കുന്നത്. ഈശ്വരനിലേക്ക് ഹൃദയം തുറന്നു കഴിയുമ്പോൾ, ഭക്തി വന്നു കഴിയുമ്പോൾ ഇതൊക്കെ താനേ ഉണ്ടാകും. ആരെയും നമുക്ക് ദ്വേഷിക്കാനാകില്ല. ഒരിക്കൽ ഒരാൾക്ക് തീരെ സുഖമില്ലാതായി, ജോലി ചെയ്യാൻ വയ്യെന്നായി. 2-3 ദിവസം ഭക്ഷണമൊന്നും കഴിക്കാനില്ലാതെ പട്ടിണി കിടന്ന അവശനായി. പലരോടും ഭക്ഷണത്തിനായി യാചിച്ചു. ആരും തിരിഞ്ഞു നോക്കിയില്ല. ആകെ നിരാശനായി. ഇത്ര കാരുണ്യമില്ലാത്ത ആളുകളുടെ ഇടയിൽ ഇനി ജീവിക്കേണ്ടതില്ല എന്നയാൾ തീരുമാനിച്ചു. മരിക്കാൻ തീർച്ചയാക്കി. പക്ഷേ വിശപ്പ് സഹിക്കുന്നില്ല. അല്പം ഭക്ഷണം കഴിച്ചിട്ട് മരിക്കണം എന്നയാൾ ആഗ്രഹിച്ചു. അടുത്ത് കണ്ട ഒരു കുടിലിൽ കയറി ചെന്നു. വിശക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീ അയാൾക്ക് ഇരിക്കാൻ ഒരു പലക കൊടുത്തു. ഭക്ഷണം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോയി. അവർ അകത്ത് ചെന്ന് നോക്കുമ്പോൾ ഭക്ഷണപാത്രം നിലത്ത് കമിഴ്ന്ന് കിടക്കുന്നു. പൂച്ച തട്ടിമറിച്ച് തിന്നതിൻ്റെ ബാക്കി തറയിൽ ചിതറിക്കിടക്കുന്നു. അവർ ആകെ വിഷമിച്ചു. വേറെ കഴിക്കാൻ കൊടുക്കാൻ ഒന്നുമില്ല. അവരുടെ കയ്യിലാകട്ടെ പണവുമില്ല. അവർ പുറത്തു വന്ന് അയാളോട് കാര്യം പറഞ്ഞു. ക്ഷമ ചോദിച്ചു. അയാൾ പറഞ്ഞു, സാരമില്ല, എനിക്ക് ലഭിക്കേണ്ടത് ലഭിച്ചു കഴിഞ്ഞു. ഈ ലോകത്ത് കരുണ പറ്റാത്ത മനുഷ്യരും ഉണ്ടെന്ന് നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. ഭക്ഷണമൊന്നും കിട്ടിയില്ലെങ്കിലും ഈ സ്നേഹത്തോടെയുള്ള വാക്കുകൾ എന്നെ തൃപ്തനാക്കി. നിങ്ങളെപ്പോലെയുള്ളവർ ലോകത്തുള്ളപ്പോൾ എനിക്ക് ജീവിക്കുവാൻ ധൈര്യം തരുന്നു. ഞാൻ മരിക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. ഇനി ഞാൻ മരിക്കുന്നില്ല. ഞാൻ സന്തുഷ്ടനാണ്. ഇത് പറഞ്ഞ് അയാൾ അവരോട് നന്ദി പറഞ്ഞ് അവിടെ നിന്നും പോയി. എന്തെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ മഹത്തരമാണ് കാരുണ്യത്തോടെയുള്ള വാക്കുകളും പെരുമാറ്റവും. ഓം ശ്രീ ഗുരുഭ്യോ നമഃ.